ചോദ്യം നമ്പർ 10. അധീശത്വം എന്ന പദം കൊളോണിയലിസത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച ചിന്തകൻ അന്റോണിയോ ഗ്രാംഷി. അധീശത്വം എന്ന പദം കൊളോണിയലിസത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച ചിന്തകൻ അന്റോണിയോ ഗ്രാംഷി. ചോദ്യം നമ്പർ 11. യന്ത്രവൽക്കരണം കൊണ്ടുണ്ടാവുന്ന ജീവിതത്തിന്റെ അരക്ഷിതാവസ്ഥയെ ചിത്രീകരിക്കുന്ന കവിത ഏത്? നെല്ലുകുത്തിക്കാരി പാറുവിന്റെ കഥ. യന്ത്രവൽക്കരണം കൊണ്ടുണ്ടാവുന്ന ജീവിതത്തിന്റെ അരക്ഷിതാവസ്ഥയെ ചിത്രീകരിക്കുന്ന കവിത നെല്ലുകുത്തിക്കാരി പാറുവിന്റെ കഥ. ചോദ്യം നമ്പർ 12. അണയാത്ത തീജ്വാല എന്ന കെ ബാലകൃഷ്ണന്റെ ജീവചരിത്രം രചിച്ചതാര്? ഡോക്ടർ കെ പ്രസന്നരാജൻ. അണയാത്ത തീജ്വാല എന്ന കെ ബാലകൃഷ്ണന്റെ ജീവചരിത്രം രചിച്ചത് ഡോക്ടർ കെ പ്രസന്നരാജൻ. ചോദ്യം നമ്പർ 13. ഇനി ആദിവാസി ഗോത്രങ്ങൾക്ക് ഇന്ത്യ എന്നല്ല മറ്റു പല സ്ഥലങ്ങളിലും അവശേഷിക്കുന്നത് വംശനാശം മാത്രമാണ്. ആരുടെ അഭിപ്രായം? നാരായന്റെ അഭിപ്രായം. ഇനി ആദിവാസി ഗോത്രങ്ങൾക്ക് ഇന്ത്യ എന്നല്ല മറ്റു പല സ്ഥലങ്ങളിലും അവശേഷിക്കുന്നത് വംശനാശം മാത്രമാണ്. നാരായന്റെ അഭിപ്രായം. ചോദ്യം നമ്പർ 14. മലയാള നോവൽ സാഹിത്യത്തിൽ ബഷീറിന് അനുകർത്താക്കളില്ല. അങ്ങനെ ഉണ്ടാവുക സാധ്യവുമല്ല. ഒരു നീർച്ചാലു പോലെ, പൂമരം പോലെ ഊഷരതകൾക്കിടയിൽ ബഷീറിന്റെ സാഹിത്യം ആഹ്ലാദം ചൊരിയുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ജോർജ് ഓണക്കൂർ. മലയാള നോവൽ സാഹിത്യത്തിൽ ബഷീറിന് അനുകർത്താക്കളില്ല. അങ്ങനെ ഉണ്ടാവുക സാധ്യവുമല്ല. ഒരു നീർച്ചാലു പോലെ, പൂമരം പോലെ ഊഷരതകൾക്കിടയിൽ ബഷീറിന്റെ സാഹിത്യം ആഹ്ലാദം ചൊരിയുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ജോർജ് ഓണക്കൂർ. ചോദ്യം നമ്പർ 15. കണ്ണീർ എന്നതിലെ സന്ധികാരത്തെ സംബന്ധിച്ച ലീലാതിലക സൂത്രം ഏത്? നോണഹ. കണ്ണീർ എന്നതിലെ സന്ധികാരത്തെ സംബന്ധിച്ച ലീലാതിലക സൂത്രം നോണഹ. ചോദ്യം നമ്പർ 16. മലയാള നിഘണ്ടുവും മലയാള വ്യാകരണവും രചിച്ച ജർമ്മൻ മിഷണറി? അർണോസ് പാതിരി. മലയാള നിഘണ്ടുവും മലയാള വ്യാകരണവും രചിച്ച ജർമ്മൻ മിഷണറിയാണ് അർണോസ് പാതിരി. ചോദ്യം നമ്പർ 17. മലയാളത്തിൽ സാന്ത്വന സാഹിത്യം എന്ന നവീന ശാഖയ്ക്ക് ജന്മം നൽകിയത്? കെ പി കേശവമേനോൻ. മലയാളത്തിൽ സാന്ത്വന സാഹിത്യം എന്ന നവീന ശാഖയ്ക്ക് ജന്മം നൽകിയത് കെ പി കേശവമേനോൻ. ചോദ്യം നമ്പർ 18. തമിഴ് ജന്യവാദവുമായി ബന്ധപ്പെടാത്തതാര്? ഇളംകുളം കുഞ്ഞൻപിള്ള. തമിഴ് ജന്യവാദവുമായി ബന്ധമില്ലാത്ത ആളാണ് ഇളംകുളം കുഞ്ഞൻപിള്ള. തമിഴ് ജന്യവാദവുമായി ബന്ധപ്പെട്ടവരാണ് കാൾഡ്വെൽ, പി ഗോവിന്ദപിള്ള, എ ആർ രാജരാജവർമ്മ.